സാരം ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ്. ആ മദ്രസയിലെ കാര്യം ഞാൻ ഓർക്കുമ്പം എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു എന്ന് ആരാധകരോട് പറയുന്ന ഒരു വാക്കാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ സജീവമായിരിക്കുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് ആ മോളോട് പറയാനുള്ളത് അവർക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ല എന്നുള്ളതാണ് പറയാൻ. ഈ ഉസ്താദന്മാര് ഒരു കല്യാണം നോക്കുകയാണെങ്കിൽ ഇപ്പം പെണ്ണ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരുടെ ബീവി ആയിരിക്കും പറഞ്ഞാൽ പർദ്ദ ഇടണം, ബുർഖ ഇടണം, അതുപോലെ തല മറന്ന് നിൽക്കണം. അതുപോലെ ഇസ്ലാമിന്റെ അപ്പൊ അവൾ അതിനകത്ത് പറയുന്ന ആ ഒരു പൂർണ്ണമായി നിൽക്കുന്നില്ല. അവര് അതായത് ഇപ്പൊ ഞാൻ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോ എനിക്ക് അതായത് അവൾ പരിശുദ്ധ ദീൻ പറയുന്ന ഒരു മതിൽക്കെട്ടാണ്, ഒരു പ്ലാറ്റ്ഫോം സേഫ്റ്റിക്ക് കൊടുക്കുന്നതാണ്. അതായത് മോളെ പിന്നെ തല മറയ്ക്കണം, അല്ലെങ്കിൽ അന്യപുരുഷന്മാരെ തൊട്ട് പെണ്ണ് മറയണം എന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റിയാണ്. പർദ്ദ തന്നെ അവരുടെ സേഫ്റ്റിയാണ്. അപ്പൊ അത് ആരോടാണ് പറയുന്നത്? അത് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങളോട്, അതായത് സത്യവിശ്വാസിനിയായ പെണ്ണുങ്ങളോടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ സംവദിക്കുന്നത്. അതുപോലെ തന്നെ പർദ്ദ ധരിക്കുന്നതും ബുർഖ ധരിക്കുന്നതൊക്കെ അവർക്ക് വെറുപ്പായിരിക്കും. അവർക്ക് തുറന്നിട്ട് അന്യപുരുഷന്മാരെ അവരിലേക്ക് ആകർഷണീയമായ നിലയിൽ നടന്നാൽ മാത്രമേ ഇന്നിപ്പം കിട്ടൂ. അപ്പം ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ യുദ്ധമാണ്. മുസ്ലിങ്ങളല്ലാത്ത അല്ലെങ്കിൽ സഹോദര സമുദായത്തിൽപ്പെട്ടവരെ കൊല്ലുക, വെടിവെക്കുക, വെട്ടുക എന്നൊന്നും ഇസ്ലാമിലില്ല. തീർച്ചയായിട്ടും അതിനകത്ത് മെയിനായിട്ട് മുത്തനബി പറഞ്ഞ എന്താണ്? അക്രിം ജാറൊക്കെ വരവെക്കാന കാഫറ. അതായത് നിന്റെ സഹോദര സമുദായത്തിൽ പെട്ടവരാണ് നിന്റെ അയൽവാസിയെങ്കിൽ അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണ്. അതായത് ഇസ്ലാമിന്റെ പേര് വെച്ചിട്ട്, ഇസ്ലാമിന്റെ നാമം വെച്ചിട്ട്, ആ പേര് വെച്ചിട്ട് ഒന്നെങ്കിൽ അവരെയൊക്കെ നന്നാക്കണം എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ നന്നാക്കണം, അല്ലെങ്കിൽ അവരുടെ വാപ്പമാർ നന്നാക്കണം. അതിനൊന്നിനും പെടാതെ അവർ സ്വന്തം ഇഷ്ടം തന്നെ ഇഷ്ടം ഇതായി സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടി, അല്ലെങ്കിൽ ആളാവാൻ വേണ്ടി, അല്ലെങ്കിൽ സമൂഹ മധ്യയിൽ പ്രസിദ്ധമാകാൻ വേണ്ടി ഏതെങ്കിലും ഒന്ന് എന്താണ് ചീഞ്ഞാൽ ഒന്നിന് വളവാക്കുന്നത് പറയുന്നത്. അപ്പം ഈ പറയപ്പെടുന്ന വിശ്വാസമില്ലാത്തവർക്ക് ഒരു കാരണവശാലും പള്ളി പരിപാലന സമിതിയിൽ എത്താൻ ഒരിക്കലും വിശ്വാസം വളരെ പ്രധാനമായി പറയുന്നതാണ്. പിന്നെ അതോടെ ചേർത്ത് അല്ല പറയുന്നത് അതുപോലെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളാകണം, സക്കാത്ത് കൊടുക്കുന്ന ആളാണ്. എന്നിട്ട് അവസാനം അള്ളാഹു അവിടെ നിർത്തുന്നത് വലം യഹ്ഷ ഇല്ലല്ലാ, അള്ളാഹ് അല്ലാത്ത ആരെയും പേടിക്കാത്ത ആളാണ്. പേടിക്കുകയാണെങ്കിൽ അവൻ ആരെ മാത്രമേ പേടിക്കാവൂ? റബ്ബിനെ മാത്രമേ, അവന്റെ സംരക്ഷകനായ അള്ളാഹു എന്ന് പറയുന്ന ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. അതല്ലാത്ത മറ്റാരെയും പേടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളാകണം പള്ളിയുടെ സംവിധാനങ്ങളിലേക്കും പരിപാലനത്തിലേക്കും ഒക്കെ വരേണ്ടത്. അത് താങ്കൾ പറഞ്ഞതുപോലെ മാതാപിതാ ഗുരു ദൈവം അത് തന്നെയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞാൽ മാതാവ് പിതാവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ മാതാവ് പിതാവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, പിതാവ് ഗുരുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവന്റെ ഗുരു ആരാണെന്നുള്ളത് പിതാവാണ് കാണിച്ചു കൊടുക്കുന്നത്, ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ ഇപ്പൊ മാതാവ് എന്ത് ചെയ്യുന്നില്ല? പിതാവിനെ കാണിച്ചു കൊടുക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പിതാവ് ഗുരുവിനെ കാണിച്ചു കൊടുക്കാത്തൊരവസ്ഥ, ഗുരു ദൈവത്തെ. ഇപ്പൊ ബാക്കി ചിലപ്പോൾ ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും.